ഹലോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എങ്ങനെ ഒരു ഡിസ്കോഡ് ബോട്ട് ക്രിയേറ്റ് ചെയ്യാന്ന് പഠിച്ചു. ഒരു സിമ്പിൾ സ്ലാഷ് കമാൻഡ് വെച്ചിട്ടുള്ള ഒരു ഡിസ്കോഡ് ബോട്ട് ക്രിയേറ്റ് ചെയ്യാന്ന് പഠിച്ചല്ലേ. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിൽ എങ്ങനെ നമുക്ക് മൾട്ടിപ്പിൾ ഡിസ്കോഡ് കമാൻഡുകൾ രജിസ്റ്റർ ചെയ്യാമെന്നും അതേപോലെ തന്നെ ഈ ഓപ്ഷൻസ് എങ്ങനെ സെറ്റ് ചെയ്യാമെന്നും നോക്കാം. വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ ഞാനൊരു പുതിയൊരു സാധനം പറഞ്ഞുതരാം. അതായത് നമ്മളെപ്പോഴും നമ്മൾ npm സ്റ്റാർട്ട് അടിച്ചിട്ടായിരുന്നു റൺ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഉള്ള പ്രശ്നമെന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചേഞ്ചസ് വരുത്തിയാലും പിന്നെയും നമ്മൾ എന്ത് ചെയ്യണം, ക്യാൻസൽ ചെയ്തിട്ട്. അപ്പോൾ അതിന് പകരം നമുക്ക് ഒരു പുതിയതായിട്ടൊരു പാക്കേജ് ഉണ്ട്. അതിൻ്റെ പേര് നോഡ്മോൻ എന്നാണ്. നോഡ്മോൻ എന്ന് നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ നോഡ്മോൻ IO എന്ന് പറയുന്ന ഒരു സൈറ്റ് ഉണ്ട്. അതിനകത്ത് കയറിയിട്ട് ഈ കമാൻഡ് നിങ്ങൾ അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നോഡ്മോൻ യൂസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇതിനകത്ത് വന്നിട്ട് നമ്മൾ npm സ്റ്റാർട്ട് അടിക്കുന്നതിന് പകരം എന്ത് ചെയ്താൽ മതി, നോഡ്മോൻ എന്ന് അടിച്ചു കൊടുത്താൽ മതി. ഇനി നമ്മൾ എന്തൊക്കെ സേവ് ചെയ്യുമോ, എന്തൊക്കെ ചേഞ്ചസ് വരുത്തോ എന്ത് ചെയ്യും, അതിവിടെ ഓട്ടോമാറ്റിക്കലി റീസ്റ്റാർട്ട് ആയിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് മൾട്ടിപ്പിൾ കമാൻഡ് സെറ്റ് ചെയ്യാൻ പോവാണ് നമ്മളിതിനകത്ത്. ഇപ്പം നമ്മൾ ഒരു കമാൻഡ് മാത്രം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ പറഞ്ഞു കൊടുത്തേക്കണം. എന്ത് ചെയ്യാം, മൾട്ടിപ്പിൾ കമാൻഡ്സ് സെറ്റ് ചെയ്യാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് ഒരു കമാൻഡ് കൂടെ ഞാൻ എന്ത് ചെയ്യണം, എഴുതാൻ പോവാണ്. ഞാൻ എന്ത് ചെയ്തു, ഒരു കമാൻഡ് എഴുതി അതിന് പേര് എന്ത് ചെയ്യണം, വൈറ്റി എന്ന് കൊടുക്കണം. ഒരു യൂട്യൂബ് ലിങ്ക് കൊടുക്കുന്ന തരത്തിലുള്ള ഒരു കമാൻഡ് ആക്കാൻ പോകുന്നു. അപ്പോൾ ഡിസ്ക്രിപ്ഷനായിട്ട് എന്താണ്, റിപ്ലൈസ് വിത്ത് എ യൂട്യൂബ് ചാനൽ എന്ന് കൊടുത്തു. പക്ഷേ ഞാൻ എന്ത് ചെയ്യുന്നില്ല, ഓപ്ഷൻസ് ഒന്നും അങ്ങനെ കൊടുക്കുന്നില്ല. ഒരു ഓപ്ഷൻസ് കൊടുക്കണം. ഇപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ സാധാരണയായിട്ട് നമ്മളിപ്പോൾ ചെയ്യണമെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ വൈറ്റി കമാൻഡ് രജിസ്റ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ എന്ത് ചെയ്യാം, ഫസ്റ്റ് എലമെൻറ്റിനെ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കൂടെ കൊടുക്കാം. 0th എലമെൻറ്റിന് പകരം ഫസ്റ്റ് എലമെൻറ്റ് രജിസ്റ്റർ ചെയ്യാൻ കൊടുക്കാം. അപ്പോൾ അങ്ങനെ കൊടുക്കുന്നതിൻ്റെ പ്രശ്നമെന്ന് പറഞ്ഞാൽ, നമ്മളിങ്ങനെ എത്രത്തോളം കമാൻഡുകൾ ഇങ്ങനെ ആഡ് ചെയ്തുകൊണ്ടിരിക്കും അത്രത്തോളം നമ്മളിങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കണം. അതിന് പകരം നമ്മൾ ഈ കമാൻഡ്സിനകത്ത് എത്ര കമൻറ്റ് വന്നാലും രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംഭവം ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യണം, ഒരു ഫോർ ലൂപ്പ് ഇവിടെ എഴുതാൻ പോവാണ്. ഇൻഡെക്സ് ഇൻ കമാൻഡ്സ്. ഓക്കെ, അതായത് ഈ കമാൻഡ്സിനകത്ത് എന്ത് ചെയ്യും, ഫോർ ലെറ്റ് ഇൻഡെക്സ് ഇൻ കമാൻഡ്സ് എന്ന് പറഞ്ഞാൽ കമാൻഡ്സിനകത്ത് ഓരോ ഐറ്റത്തിൻ്റെയും ഇൻഡെക്സ് എടുത്തുകൊണ്ട് എന്ത് ചെയ്യും, വരും ഇവിടെ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനകത്ത് കമാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, കമാൻഡ്സിനകത്ത് ഇൻഡെക്സ് എന്ന് പറയുന്ന സാധനം കൊടുക്കാം. അതായത് ഫസ്റ്റ് ഐറ്റം ഫോർ ലൂപ്പിൽ ആദ്യത്തെ തവണ ഫോർ ലൂപ്പ് പോകുമ്പോഴത്തേക്കും ഫസ്റ്റ് ഐറ്റത്തിൻ്റെ ഇൻഡെക്സ് എടുത്തുകൊണ്ട് വരും. അതായത് ഇതിൻ്റെ ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും. അപ്പോൾ ഈ കമാൻഡ് എന്ന് പറയുന്ന സാധനത്തിനകത്ത് കമാൻഡ്സിനകത്തുള്ള 0th എലമെൻറ്റ് സെറ്റ് ചെയ്ത് വയ്ക്കാൻ പറയും. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യും, നമുക്ക് ഓരോരോ കമാൻഡുകൾ ഇവിടെ കിട്ടും. ഇനി എന്ത് ചെയ്യാം, നമുക്ക് ഈ കമാൻഡ് ക്രിയേറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഇതിനകത്തോട്ട് വിളിക്കും. അപ്പോൾ എന്ത് ചെയ്ത് അവൈറ്റ് കമാൻഡ് ക്രിയേറ്റ്, നമുക്ക് ഏത് കമാൻഡാണ്, നമുക്ക് ഈ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കമാൻഡാണ് ക്രിയേറ്റ് ചെയ്യാനുള്ളത്. ഇനി ഞാനിപ്പോൾ എന്ത് ചെയ്യണം, നോഡ്മോണിൻ്റെ സെർവർ സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, നമ്മളപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ കമാൻഡ്സുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട്, കമാൻഡ്സ് ക്രിയേറ്റ് ആവാനും പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മുടെ ഡിസ്കോഡിൽ പോയിട്ട് എന്ത് ചെയ്യാം, ആ കമാൻഡുകളെല്ലാം രജിസ്റ്റർ ചെയ്യാൻ നോക്കാം. ഇവിടെ ഹലോ ബോട്ട് ഓൺലൈൻ ആയിട്ടുണ്ട്. ഞാനിവിടെ എന്ത് ചെയ്യണം, സ്ലാഷ് അടിക്കുമ്പോഴത്തേക്ക് എന്താണ്, ഹലോയും വന്നിട്ടുണ്ട്, വൈറ്റിയും വന്നിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണം, സ്ലാഷ് വൈറ്റി അടിച്ചാൽ അതിൻ്റെ ഇൻട്രാക്ഷൻ സെറ്റ് ചെയ്യണമല്ലോ. അപ്പോൾ അതും കൂടെ നമുക്ക് സെറ്റ് ചെയ്യാം. ഞാൻ ഇവിടെ വന്നിട്ട് ഇൻട്രാക്ഷൻ ഡോട്ട് കമാൻഡ് നെയിം എന്ന് പറഞ്ഞാൽ വൈറ്റി ആണ് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഒരു റിപ്ലൈ കൊടുക്കണം. അപ്പോൾ അതിൻ്റെ കണ്ടൻ്റായിട്ട് ഞാനിവിടെ എന്ത് ചെയ്യണം, എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ ലിങ്ക് കൊടുക്കുകയാണ്. അതേപോലെ തന്നെ ഞാൻ എന്ത് ചെയ്യണം, FMRL ട്രൂ ആക്കുകയാണ്. അതായത് അടിക്കുന്ന ആൾ മാത്രം എന്ത് ചെയ്താൽ മതി, ആ ഒരു റിപ്ലൈ കണ്ടാൽ മതി. ഇനി എന്ത് ചെയ്യാം, നമുക്ക് വന്നിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇപ്പം എന്ത് ചെയ്തു, അടിച്ചപ്പോൾ തന്നെ എന്ത് ചെയ്തു, കറക്റ്റ് എൻ്റെ ചാനലും വന്നിട്ടുണ്ട്. എനിക്ക് എന്ത് ചെയ്യാം, ഡിസ്മിസ് ചെയ്യാനും പറ്റാം. അപ്പോൾ എന്ത് ചെയ്യാം, ഇതേപോലെ നമുക്ക് എത്ര കമാൻഡ് വേണോ എന്ത് ചെയ്യാം, രജിസ്റ്റർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാനിവിടെ വന്നിട്ട് എന്ത് ചെയ്യണം, ഒരു ക്ലിയർ മെസ്സേജ് എന്ന് പറഞ്ഞിട്ട് ചുമ്മാ ഒരു കമാൻഡ് ഉണ്ടാക്കിയാണ്. എന്താണ്, ഡിലീറ്റ്സ് മെസ്സേജസ് എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്ത്, ഞാൻ ചുമ്മാ ഒരു കമാൻഡ് എഴുതി തിരിച്ചിവിടെ സ്ലാഷിൽ നോക്കി എന്ത് ചെയ്യും, എന്ത് ചെയ്ത് ആ ക്ലിയർ കമാൻഡും വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് സാധാ സ്ലാഷ് കമാൻഡുകൾ സെറ്റ് ചെയ്യാനും കാര്യങ്ങളും എല്ലാം പഠിച്ച് ഇനി നമ്മൾ നോക്കാത്ത കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഓപ്ഷൻസ് എങ്ങനെ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്കൊരു ക്ലിയർ കമാൻഡ് തന്നെ യൂസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാം, ആ ഓപ്ഷൻസ് എങ്ങനെ യൂസ് ചെയ്യുമെന്ന് നോക്കാം.
ഇപ്പോൾ ക്ലിയർ കമാൻഡ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യാം, ഓപ്ഷൻസ് എന്താണെന്ന് നോക്കാം. ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു കമാൻഡ് കൊടുക്കുമ്പോഴത്തേക്കും ഒരു പാരാമീറ്റർ നമ്മൾ എന്ത് ചെയ്യണം, ആ കമാൻഡിന് കൊടുക്കണം. അതായത് ഇപ്പോൾ നമ്മൾ ബാൻ ചെയ്യണമെന്ന് വെച്ചോ, ബാൻ ചെയ്യുമ്പോഴത്തേക്കും ഒരാളെ മെൻഷൻ ചെയ്തിട്ടായിരിക്കണമല്ലോ ബാൻ ചെയ്യാനുള്ള സെർവറിന്. അപ്പോൾ അങ്ങനെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻസ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ഈ ഓപ്ഷൻസിനകത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ ക്ലിയർ മെസ്സേജിനകത്താണെങ്കിൽ എത്ര മെസ്സേജ് ക്ലിയർ ചെയ്യണം എന്നുള്ളത് എന്ത് ചെയ്യാം, നമുക്ക് ഓപ്ഷൻസ് ആയിട്ട് കൊടുക്കാം. അപ്പോൾ അതും സെറ്റ് ചെയ്യണത് ഒരു അറേക്കകത്ത്, നമ്മുടെ ഈ കമാൻഡ് സെറ്റ് ചെയ്യുന്ന പോലെ അറേക്കകത്ത് ഒരു ഡിക്ഷണറിയിലാണ്. കാരണം ഒരു ഓപ്ഷന് മിനിമം 4 വാല്യൂസ് എന്ത് ചെയ്യണം, റിക്വയർഡ് ആണ് അതിന് കൊടുക്കാനുള്ളത്. ഇപ്പോൾ എന്ത് ചെയ്ത് ആദ്യത്തെ വാല്യൂ എന്ന് പറഞ്ഞാൽ നെയിമാണ്. എന്താണ് നമ്മുടെ നെയിം? ഞാൻ ഇപ്പോൾ എന്ത് ചെയ്യണം, നമ്പർ ഓഫ് മെസ്സേജസ് എന്ന് ഞാൻ കൊടുത്തു. ഇതിൻ്റെ എന്ത് ചെയ്യണം, ഡിസ്ക്രിപ്ഷനാണ് രണ്ടാമത്തത്. രണ്ടാമത്തെ ഡിസ്ക്രിപ്ഷനാണ്. ഡിസ്ക്രിപ്ഷനിൽ എന്ത് ചെയ്യാം, നമുക്ക് ഇത് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഓപ്ഷൻ യൂസ് ചെയ്യുന്നതെന്ന് കൊടുക്കാം. എൻ്റെ മെസ്സേജസ് ടു ബി ഡിലീറ്റഡ്, എൻ്റർ ദ നമ്പർ ഓഫ് മെസ്സേജസ് ടു ബി ഡിലീറ്റഡ് എന്ന് ഞാൻ കൊടുത്തു. ഇനി മൂന്നാമത്തെ ഒരു ടൈപ്പാണ്. അതായത് എന്ത് ടൈപ്പ് ഓഫ് സംഭവമായിരിക്കണം, എന്ത് ടൈപ്പ് ആയിരിക്കണം നമ്മുടെ ഓപ്ഷൻ എന്നുള്ളതാണ്. ഇത് ഒന്നുകിൽ എന്താണ്, ടെക്സ്റ്റ് ആവാം, അല്ലെങ്കിൽ നമ്പർ ആവാം, അല്ലെങ്കിൽ മെൻഷൻ ചെയ്യാൻ, ആരെങ്കിലും മെൻഷൻ ചെയ്യാനായിരിക്കാം. അപ്പോൾ അങ്ങനെ കുറേ സംഭവങ്ങളുണ്ടല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ടൈപ്പ് നമ്മളിവിടെ സ്പെസിഫൈ ചെയ്ത് കൊടുക്കണം. അങ്ങനെ ടൈപ്പ് സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഡിസ്കോഡ് JSൻ്റെ തന്നെ ഒരു സംഭവമുണ്ട്, ആപ്ലിക്കേഷൻ കമാൻഡ് ഓപ്ഷൻ ടൈപ്പ് എന്ന് പറഞ്ഞിട്ട്. ഈ സാധനം എന്ത് ചെയ്യണം, നമ്മൾ ഇവിടെ ഇമ്പോർട്ട് ചെയ്യണം. നമ്മുടെ ഈ ഇന്ത്യൻ സ്പേറ്റിൻ്റെ കൂടെ തന്നെ എന്ത് ചെയ്യണം, ഈ ആപ്ലിക്കേഷൻ കമാൻഡ് ഓപ്ഷൻ ടൈപ്പ് എന്ന് പറയുന്ന സാധനം ഇമ്പോർട്ട് ചെയ്യണം. ഇനി അതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ പലതരം എന്തുണ്ട്, ടൈപ്പുകളുണ്ട്. അറ്റാച്ച്മെൻ്റ് ഉണ്ട്, ബൂലിയൻ ഉണ്ട്, ചാനലുണ്ട്, ഇൻറ്റിജർ ഉണ്ട്, മെൻഷനബിൾ ഉണ്ട്, അങ്ങനെ കുറേ സംഭവങ്ങൾ. നമുക്കിവിടെ വേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് നമ്പർ എന്ന് പറയുന്ന സാധനമാണ്. കാരണം നമുക്ക് എത്ര നമ്പറാണ് വേണ്ടതെന്നാണല്ലോ കൊടുക്കാനുള്ളത്. ഇനി ലാസ്റ്റായിട്ട് ഒരു ഓപ്ഷൻ കൂടെ നമ്മൾ കൊടുക്കാറുണ്ട്, അതാണ് റിക്വയർഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ. ഈ റിക്വയർഡ് എന്ന് പറഞ്ഞാൽ ഈ ഓപ്ഷൻ എന്താണ്, റിക്വയർഡ് ആണോ അല്ലോ എന്ന് കൊടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഞാൻ എന്ത് ചെയ്യുന്നത്, ട്രൂ ആക്കിയാണ്. നമ്മളിവിടെ ഒരു നമ്പർ കൊടുത്താൽ മാത്രമേ ഈ ഫംഗ്ഷൻ വർക്കാവൂ എന്ന് പറയും. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് ഈ ഒരു കമാൻഡ് നമ്മുടെ സെർവറിനകത്ത് രജിസ്റ്റർ ആയോ എന്ന് നോക്കാം. അതേപോലെ തന്നെ ഈ ഓപ്ഷനും രജിസ്റ്റർ ആയോ എന്ന് നോക്കാം. ഞാൻ എന്ത് ചെയ്യണം, തിരിച്ച് നമ്മുടെ സെർവറിലൊന്ന് /clear എന്ന് കൊടുക്കും. /clear എന്ന് കൊടുക്കുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യുന്നത്, നമ്മൾ നമ്പർ ഓഫ് മെസ്സേജസ് അടിക്കാൻ വന്നിട്ടില്ലേ. ഇനി ഞാൻ എന്ത് ചെയ്യണം, ഓപ്ഷൻസ് കൊടുക്കാതെ എൻ്റർ അടിച്ചു കൊടുത്താൽ ഓപ്ഷൻ റിക്വയർഡ് ആണെന്ന് തന്നെ പറയാം. അപ്പോൾ ഞാൻ ചുമ്മാ ഒരു 10 എന്ന് പറയുന്നൊരു മെസ്സേജ് അടിച്ചിട്ട് എൻ്റർ അടിച്ച് നോക്കി, എന്ത് ഒന്നും വർക്കാവില്ല. കാരണം എന്താണ്, നമ്മൾ ഇൻട്രാക്ഷൻസ് ഒന്നും സെറ്റ് ചെയ്തിട്ടില്ല. നമ്മുടെ ഇവിടെ ഹലോയിനും വൈറ്റിക്കും മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ, ഇൻട്രാക്ഷൻസ് സെറ്റ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇനി എങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ക്ലിയർ മെസ്സേജിൻ്റെ ഇൻട്രാക്ഷൻ സെറ്റ് ചെയ്യുക എന്നുള്ളത് നോക്കാം. ആദ്യമേ തന്നെ നമ്മുടെ ക്ലിയർ എന്ന് പറയുന്ന കമാൻഡിനെ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ കൊടുക്കാം. ഇൻട്രാക്ഷൻ ഡോട്ട് കമാൻഡ് നെയിം ഈക്വൽ ടു ക്ലിയർ എന്ന് കൊടുത്തു. ഇനി നമുക്ക് ഇതിനകത്തു നിന്ന് ഒരു പാരാമീറ്റർ കിട്ടാറുണ്ട്. ഏതാണ്, നമ്മുടെ നമ്പർ ഓഫ് മെസ്സേജസ് എന്ന് പറയുന്ന പാരാമീറ്റർ നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എന്ത് ചെയ്യണം, ഒരു ഓപ്ഷൻ എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഇട്ട് അതിനകത്ത് എന്ത് ചെയ്ത് നമുക്ക് ഇൻറ്ററാക്ഷനകത്ത് ഓപ്ഷൻസ് എന്ന് പറയുന്ന സാധനമുണ്ട്. അതിനകത്ത് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ നമ്പർ ഓഫ് മെസ്സേജ് ഗെറ്റ് ചെയ്യാം. നമ്പർ ഓഫ് മെസ്സേജസ് എന്ന് പറയുന്ന സാധനം ഗെറ്റ് ചെയ്യാം. എന്നിട്ട് അതിൻ്റെ വാല്യൂ ആണ് നമുക്ക് വേണ്ടത്. എന്ത് ചെയ്ത് അതിൻ്റെ വാല്യൂ ഒന്ന് കൊടുത്തു. ഇപ്പോൾ ഓപ്ഷൻസിനകത്ത് എന്താണ്, നമ്മളിവിടെ ടൈപ്പ് ചെയ്യുന്ന വാല്യൂ എത്രയാണോ, നമ്മുടെ ക്ലിയർ മെസ്സേജിൽ ടൈപ്പ് ചെയ്യുന്ന വാല്യൂ എത്രയാണോ ആ വാല്യൂ എന്ത് ചെയ്യും, ഈ ഒരു ഓപ്ഷനകത്ത് കിട്ടും. ഇനി നമ്മുടെ ഒരു ചാനലിനകത്ത് മെസ്സേജ് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, നമുക്കൊരു ഫംഗ്ഷൻ എഴുതാം. അതിന് വേണ്ടിയിട്ട് അവൈറ്റ് ഫംഗ്ഷൻ എഴുതണം. അവൈറ്റ് ഇൻറ്ററാക്ഷൻ ഡോട്ട് ചാനൽ, ഒരു ചാനലിൻ്റെ ആയിരിക്കണമല്ലോ, നമ്മൾ ഏതാണോ മെസ്സേജ് ചാനൽ ആ ചാനലിൻ്റെ ഡോട്ട് ബൾക്ക് ഡിലീറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫംഗ്ഷൻ ഉണ്ട്. ഇതിനകത്ത് എന്ത് ചെയ്ത് കൊടുക്കാം, നമുക്ക് എത്ര മെസ്സേജ് വേണം, എത്ര മെസ്സേജാണ് ഡിലീറ്റ് ചെയ്യാനുള്ളതെന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാം. ഇപ്പോൾ ഇവിടെ ഒരു എറർ കാണിക്കുന്നുണ്ട്, കാരണം അവൈറ്റ് ഫംഗ്ഷൻ യൂസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഫംഗ്ഷൻ എന്ത് ചെയ്തിരിക്കണം, അസിങ് ഫംഗ്ഷൻ ആയിരിക്കണം. അപ്പോൾ ഞാൻ എന്ത് സെറ്റ് ചെയ്തു. ഇനി ഡിലീറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരു റിപ്ലൈ കൊടുക്കണ്ടേ നമ്മുടെ യൂസറിന്, എന്ത് നമ്മൾ ഡിലീറ്റ് ആക്കി എന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു, കണ്ടൻറ്റിനകത്ത് ഡിലീറ്റഡ് മെസ്സേജസ് എന്ന് കൊടുത്തു. എന്നിട്ട് അതിനെ FMRL ട്രൂ ആക്കി. പക്ഷേ ഒരു സംഭവം നമുക്ക് ചെയ്യാം, ഇതിന് ഈ ഡിലീറ്റഡ് മെസ്സേജസിന് പകരം നമുക്ക് ഡിലീറ്റഡ് എത്ര നമ്പറാണോ വന്നതെന്ന് പറഞ്ഞാൽ നമുക്കത് സെറ്റ് ചെയ്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഈ കണ്ടൻറ്റിൻ്റെ ഈ സ്ട്രിങ് മാറ്റിയിട്ട് നമുക്ക് ഈ ഒരു സംഭവമുണ്ട്, ടിൽഡേ എന്ന് പറയും, നമ്മുടെ എസ്കേപ്പിൻ്റെ താഴെയുള്ള കീ ആണ്. ഈ ടിൽഡേക്കകത്ത് എന്ത് ചെയ്യാം, നമുക്ക് ഡിലീറ്റഡ്
ഇപ്പോൾ 100 മെസ്സേജസ് ആണെങ്കിൽ 100 മെസ്സേജസ് എന്നുള്ള ഒരു ഇത് കൊടുത്തു. ഇനി 100 എന്നുള്ള എന്ത് ചെയ്യാം, നമുക്ക് നമ്മുടെ ഓപ്ഷൻ ആക്കി കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ഡോളർ സിമ്പലും കർലി ബ്രാക്കറ്റും കൊടുത്തിട്ട് ഓപ്ഷൻ കൊടുത്താൽ മതി. ഇപ്പോൾ എന്ത് ചെയ്യും, ഇനി ഡിലീറ്റഡ് എത്രയാണോ നമ്മൾ കൊടുത്തു വിട്ട മെസ്സേജസ് ആ മെസ്സേജസ് ഇവിടെ കാണിക്കും. ഇനി എന്ത് ചെയ്യാം, നമുക്കൊരു ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഞാൻ എന്ത് ചെയ്യണം, ചുമ്മാ കുറച്ച് ഹലോ ഹായ് ഹലോ ഹായ് ഒക്കെ ഇട്ടിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണം, നമ്മുടെ ക്ലിയർ കമാൻഡ് യൂസ് ചെയ്യണം. ക്ലിയർ കമാൻഡ്സിനകത്ത് ഞാൻ പറഞ്ഞ 5 മെസ്സേജസ്, ലേറ്റസ്റ്റ് ആയിട്ടുള്ള 5 മെസ്സേജസ് ക്ലിയർ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ 5 മെസ്സേജസ് എന്ത് ചെയ്തിട്ടുണ്ട്, അത് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു നമുക്ക് മാത്രം കാണാൻ പറ്റുന്ന മെസ്സേജസ് എന്ത് ചെയ്യില്ല, അത് ക്ലിയർ ചെയ്യത്തില്ല. അതിന് ബാക്കി മെസ്സേജസുകളെല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്, അത് ക്ലിയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ക്ലിയർ കമാൻഡുകൾ സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനി നമുക്ക് ബാനും കിക്കും അതേപോലത്തെ കമാൻഡുകളൊക്കെ എങ്ങനെയാണ് ചെയ്യണതെന്ന് അടുത്ത വീഡിയോയിൽ കാണാം.